പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ കരുതല് വെളിപ്പെടുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു വ്യക്തിക്ക് 100 ആടുണ്ടായിരുന്നിട്ട് അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ ബാക്കി 99-നെയും കർത്താവ് ആ ആട്ടിടയൻ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ഈ ഒന്നിനെ തേടി കടന്നു പോവുകയാണ്. ആ ഒരെണ്ണം എന്നുള്ളത് അവിടെ നമ്മളെ കാണണം. നമ്മളും ജീവിതത്തിൽ ചില സമയത്തൊക്കെ നമ്മളും തനിച്ചായി പോകാറുണ്ടല്ലേ, ഒറ്റപ്പെടുന്ന പോലത്തെ അവസ്ഥകളും ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഒരാളിങ്ങനെ നമ്മുടെ അരികിലേക്ക് ഓടി വരുന്ന ആ ഒരു പിക്ചർ, അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ കരുതലാണ്. അത് മാത്രമാണ് അതാണ് ഏറ്റവും വലിയ ട്രഷർ. ഇപ്പം ഈ മരണക്കിടക്കയിൽ കിടക്കുന്ന മനുഷ്യരോട് അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞ് അവസാന ആ സമയത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ദേ ഹാവ് ലെഫ്റ്റ് ഈസ് ദർ ഫെയ്ത്ത് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പം ഞാൻ അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ അപ്പം അവർക്ക് വേണ്ടി അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ സമയം ചെലവിടുമ്പോഴത്തേക്കും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, വചനം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ വലിയ സമാധാനം ഉള്ളിലേക്ക് കിട്ടുവാണ്. അതിൽ പലരും പറഞ്ഞ കാര്യം, ജീവിതത്തിൽ അവരുടെ ചെറുപ്പത്തിൽ ഈ സാന്നിധ്യത്തിനകത്ത് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം അവർക്ക് കുറെ കൂടിയൊക്കെ എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഭൗതികമായിട്ട് ഒരുപാട് ചെയ്തവരുണ്ട്, പക്ഷെ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ചു പോവുകയാണ് അവസാനം. കാരണം ദാറ്റ് ഈസ് ദ അവസാനം ഏറ്റവും വലിയ സംഭവം അതാണ്. ഒരു 1.5 മാസം മലയാളിയെ വലിയൊരു കോടീശ്വരൻ മരിച്ചു അല്ലേ. ആ മനുഷ്യൻ മരിച്ചു പോയ സമയത്ത് അയാളുടെ ഭൗതിക സൗഭാഗ്യങ്ങളൊന്നും അയാൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന സൗഭാഗ്യം, പിതാവാൻ ദൈവത്തിന്റെ സ്നേഹം എന്ന സൗഭാഗ്യം നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ. ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള കുറേ മനുഷ്യർ ഒരുമിച്ച ഒരു പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് ഇന്ന് ഒരു വചന സന്ദേശം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഒത്തിരിയും വയ്യാത്ത മനുഷ്യരും അഡിക്ഷൻസ് ഉള്ളവരും, അഡിക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര അഡിക്ഷൻ അല്ല, ഡ്രഗ് അഡിക്ഷൻ, മദ്യപാനത്തിന്റെ അഡിക്ഷൻ, സെക്ഷൽ അഡിക്ഷൻ, എല്ലാ അഡിക്ഷൻസും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യർ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട്. പക്ഷെ ഇവരെ ചില ദുരാത്മാക്കൾ, ചില ദുഷ്ടാരൂപികൾ പ്രൊസസ് ചെയ്ത് അവരെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തും. അപ്പം വളരെ ശക്തമായ ശുശ്രൂഷകളാണ് ദൈവം ഇവിടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, പൗലോസിനെ പഠിപ്പിച്ച ഒരു കാര്യം, എഫെസോസ് 6:12 നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, ദുഷ്ടാരൂപികളോടാണ്. അപ്പൊ ദുഷ്ടാരൂപികളെ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എൻ്റെ പല മേഖലകളിലും പല രീതിയിൽ അസ്വസ്ഥതകളും അറ്റാക്കുകളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വലിയ ശുശ്രൂഷകളാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളും ഇതെല്ലാം മുൻപോട്ട് പോകാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ ഇവിടെ കടന്നു വരുന്ന 100 കണക്കിന് മനുഷ്യർ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനിടയാകട്ടെ. അവർ യേശുവിനെ അനുഭവിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനുഭവിക്കട്ടെ. ഞാനത് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നിമിഷം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ നിമിഷം നിറയപ്പെടട്ടെ. പിതാവിന്റെ ആ സ്നേഹം അനുഭവിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ആ സ്നേഹം അനുഭവിച്ച് 100 ആട് ഉണ്ടായിരുന്നിട്ട് അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ കാണാത്ത ആടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓടിപ്പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ അതിനെ എടുത്ത് തലയിലോട്ടെടുത്ത് വെക്കുന്ന, എന്തിനാടാ നീ എന്നെ വിട്ടു പോയത് അല്ലെങ്കിൽ ഞങ്ങളെ വിട്ടു പോയെന്ന് കുറ്റം ചുമത്തുന്നവനല്ല. നമ്മുടെ കർത്താവ് തേടി കടന്നു വന്ന് തലയിലോട്ടെടുത്ത് വെച്ച് ആഹ്ലാദിക്കുന്നവനാണ്. എത്ര വലിയ തകർച്ചയിലാണെങ്കിലും ബലഹീനതയിലാണെങ്കിലും ചിലപ്പോൾ വീഴ്ചകൾ പറ്റിപ്പോയി കാണും. എനിക്കും നിങ്ങൾക്കും ഒക്കെ, നമ്മളൊക്കെ ബലഹീന മനുഷ്യരാ, മൺപാത്രങ്ങളിലാണെന്ന് പൗലോസിനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ വീഴ്ച വരുന്ന സമയത്ത് എല്ലാവരും നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു കരം വന്ന് നിങ്ങളെ മറച്ചു പിടിക്കുക. സാത്താൻ അക്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കരം വന്ന് നിങ്ങളെ മറച്ചു പിടിക്കുകയാണ്. ആണിപ്പഴുതുള്ള കരമെന്ന് നിങ്ങളെ മറച്ചു പിടിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസിനെ പഠിപ്പിക്കുന്നത്, ദൈവം നീതീകരിച്ചതിനെ ആർക്ക് കുറ്റം ചുമത്തുവാൻ പറ്റും? ഗോഡ് ഹാസ് മേഡ് യു റൈച്ചസ് എന്ന കുറ്റം ചുമത്തുന്ന നാവുകൾ ബന്ധിക്കപ്പെടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കുറ്റം ചുമത്തുന്ന നാവുകളുടെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയുടെ പ്രാഭവം ഇന്നത്തെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്നും പ്രാർത്ഥിക്കാം. ശുശ്രൂഷ കഴിഞ്ഞ് വൈകുന്നേരം സാധിക്കുമെങ്കിൽ ഒരു ലൈവ് ഇടാം. പ്രത്യേകം പ്രാർത്ഥന ഓർക്കണം കേട്ടോ. സാധിക്കുമെങ്കിൽ കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ കൂട്ടായ്മയ്ക്കും ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ്